ഹലോ, ഗുഡ് നൈറ്റ് ഓൾ. നിങ്ങൾ എന്താ ഇന്ന് ഗുഡ് നൈറ്റ് എന്നല്ലേ? എന്ന് ഗുഡ് മോർണിംഗിലൂടെയാണല്ലോ തുടങ്ങുന്നത്. ആക്ച്വലി ഇപ്പോൾ ഗുഡ് നൈറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും വിഷ് ചെയ്തത് ഗുഡ് നൈറ്റ്. ഞാൻ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ അടുക്കള എങ്ങനെയൊക്കെയാണ് വൃത്തിയായി സൂക്ഷിക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ആക്ച്വലി ഞങ്ങൾ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു പ്രശ്നമാണ് പല്ലി അല്ലേ. ആക്ച്വലി എനിക്കത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പല്ലി ശല്യം, ഭയങ്കര ശല്യമായി പല്ലി, പ്രത്യേകിച്ച് അടുക്കളയിൽ. അപ്പോൾ അത് ഞാൻ ഒത്തിരി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എങ്ങനെയാണ് ഈ പല്ലിയുടെ ശല്യം എങ്ങനെ കുറയ്ക്കാമെന്നൊക്കെ ഞാൻ ഒത്തിരി സെർച്ച് ചെയ്ത് പല വഴികളും ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് എനിക്ക് ഫലവത്തായിട്ടില്ല. അത് ഉപയോഗിക്കും, കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെയും പഴയ പോലെ തന്നെ, അങ്ങനെയൊക്കെ ആയിരുന്നു. അവസാനം ഞാൻ തന്നെ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. ഞാൻ തന്നെയല്ല, യൂട്യൂബിലൊക്കെ കണ്ടുപിടിച്ച ഒരു ഐഡിയ എനിക്ക് കിട്ടിയായിരുന്നു. വിനാഗിരി, ആ സാധനം നമ്മൾ അടുക്കളയിലുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള നല്ല ഫ്രഷും ആയിരിക്കും. ഈ ഇതുപോലത്തെ പല്ലി, പാറ്റ അവയുടെ ശല്യവും ഒരു പരിധിയല്ല, നല്ല രീതിയിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. സാധാരണ നമ്മൾ വീട്ടു ജോലി, നമ്മൾ സ്ത്രീകൾക്കല്ലേ ഇതെല്ലാം മനസ്സിലാവുന്നത്, ഈ പല്ലിയുടെ ശല്യം എന്തുമാത്രം രൂക്ഷമാണെന്നും എന്തോ വൃത്തികേടാണ് അത് പല്ലി ശല്യം. പ്രത്യേകിച്ച് നമ്മൾ അടുക്കളകളിലൊക്കെ പല്ലി വരിക എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് വലിച്ചൊന്നും നീട്ടുന്നില്ല, ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി കിച്ചൺ ജോലിയെല്ലാം തീർത്ത് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും. അത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കൗണ്ടർ ടേബിളൊന്നും ഞാൻ അങ്ങനെ പാത്രങ്ങളൊന്നും വയ്ക്കാറില്ല. അപ്പുറത്ത് വേറെ ചെറിയൊരു അടുക്കളയുണ്ട്, അവിടെയാണ് ഞാൻ ഇതെല്ലാം ഒരു ബാസ്ക്കറ്റിലിട്ട് വാഷ് ചെയ്ത പാത്രങ്ങളെല്ലാം അങ്ങോട്ടങ്ങ് മാറ്റും. ഈ ഫസ്റ്റ് അടുക്കളയിൽ ഞാൻ അങ്ങനെ കൗണ്ടർ ടോപ്പിൽ അങ്ങനെ മിക്സി അങ്ങനെയുള്ള ആവശ്യങ്ങളല്ലാതെ ഒന്നും വയ്ക്കാറില്ല. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ കൗണ്ടർ ടോപ്പിൽ ആവശ്യമില്ലാത്ത പാത്രങ്ങളൊന്നും നമ്മൾ ഇങ്ങനെ ചുമ്മാ വലിച്ച് നിരത്തിയൊന്നും ഇടാതിരിക്കുക. അതും ഈ പല്ലിക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ഈ വിനാഗിരിയും നമ്മുടെ ഈ ഡിഷ് വാഷും അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡ് വാഷ്, നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ആ ലിക്വിഡ് ആയാലും മതി, അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അടുക്കളയിൽ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, ഈ എല്ലാം തുടച്ചെല്ലാം വൃത്തിയാക്കിയിടും. ഡ്രൈ ആക്കിയിടും എപ്പോഴും അടുക്കള, നല്ല ഡ്രൈ ആക്കിയിടും. വെറ്റ് ആവാനേ പോലും, വെള്ളം കാണും, എനിക്കറിയാം നമ്മൾ അടുക്കളയാകുമ്പോൾ വെള്ളം കാണും. പക്ഷെ അതെല്ലാം നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ ഞാൻ സ്പ്രേ ചെയ്തിടും. ഇതിൻ്റെ ഒരു മണം അവിടെ കാണും. അപ്പോൾ അത് മൂലമാണ്, അതിന് ശേഷമാണ് എനിക്ക് ഈ പല്ലിയുടെ ശല്യം കുറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാം എടുത്ത് അടുക്കള ഫുള്ള് ഞാൻ എല്ലാ കോർണറിലും അത് സ്പ്രേ ചെയ്ത് വയ്ക്കും. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്യുന്നത്, സിങ്ക് നല്ല നീറ്റായിരിക്കണം. നമ്മുടെ സിങ്കിൽ നമ്മൾ ഈ ഫുഡിൻ്റെ പാർട്ടിക്കിൾസ്, നമ്മൾ കൗണ്ടർ ടോപ്പിലോ ഈ വാഷ് ബേസിലൊക്കെ ഈ ഫുഡിൻ്റെ പീസസ് കഴിക്കാനാണ് ഈ പല്ലി സാധാരണ വരുന്നത്. അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിരിക്കണം. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ആ സിങ്കിൻ്റെ നെറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റി അതിൽ നിന്ന് എല്ലാ വേസ്റ്റ് എല്ലാം മാറ്റിയിരിക്കണം. അതാണ് നെക്സ്റ്റ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു ബൗളിൽ കുറച്ച് വിനാഗിരി എടുത്ത് കിടക്കുന്നതിന് മുന്നേ ഒരു പാത്രത്തിലാക്കി അവിടെ വയ്ക്കും. അത് നമ്മുടെ അടുക്കളയിലുള്ള ഈ മീനിൻ്റെ സ്മെല്ലും, കിച്ചണിലെ പല സ്മെല്ലുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കറികളുടെ സ്മെല്ലും, അതൊക്കെ മാറാൻ ആ ഒരു ചെറിയൊരു വിനാഗിരിയിലെ ഒരു പാത്രം മതിയാവും. അത് ചുമ്മാ ഓപ്പൺ ആക്കി അങ്ങ് ഒരു പാത്രത്തിൽ വെച്ച് നമ്മൾ രാവിലേക്ക് എണീക്കും, നല്ല ഫ്രഷ് ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ സ്റ്റൗ ക്ലീൻ ചെയ്യുന്നത്, ഇത് ഫാബറിൻ്റെയാണ്, കമ്പനി ഫാബറിൻ്റെയാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ അവരെനിക്കൊരു ലിക്വിഡ് തന്നായിരുന്നു. ആ ലിക്വിഡ് ഉപയോഗിച്ചാണ് ഞാനിത് സ്റ്റൗ എപ്പോഴും ക്ലീൻ ചെയ്യുന്നത്. അപ്പം നല്ല നീറ്റായിട്ടിരിക്കും. കറകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൊയ്ക്കോളും. ഇപ്പം എനിക്ക് 3 ബർണറിൻ്റെയാണ്. അതായത് ഏറ്റവും വലിയ ബർണറിൽ ഞാൻ ആ സ്പ്രേ അടിച്ചപ്പോൾ അത് ആ സ്റ്റെയിൻ പോയില്ല. പക്ഷെ അത് കുറച്ച് നേരം ഇരിക്കുമ്പം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ അത് നല്ലോണം ഒന്ന് ബലത്തിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അഴുക്കെല്ലാം പോകും. ഇത് മാത്രമല്ല, ഈ സ്റ്റൗ മാത്രമല്ല, ഈ ഫാബറിൻ്റെ ചിമ്മിനിയും ഉണ്ട്. ആ ചിമ്മിനിയും ഞാൻ ഈ സൊല്യൂഷൻ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. നല്ല വൃത്തിയായിരിക്കും, നമ്മുടെ പാടുകളോ ഒന്നും കാണത്തില്ല, എല്ലാം അത്യാവശ്യം നല്ല നീറ്റായിരിക്കും. ഇതൊക്കെ നമ്മൾ എന്നും ഡെയിലി ചെയ്യണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഇത് ഡെയിലി നമ്മുടെ റുട്ടീനാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുക്കള എപ്പോഴും ഫ്രഷ് ആയിരിക്കും. ഈ പല്ലി, പാറ്റകൾ ഇവയുടെയൊക്കെ ശല്യമൊന്നും കാണത്തില്ല. ഇപ്പം ഞാൻ നല്ല ബലത്തിൽ നല്ല പ്രസ് ചെയ്തപ്പോൾ ആ അഴുക്കുകളെല്ലാം പോയി. ഇപ്പം ഇത്രയും ഡെയിലി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുക്കള എപ്പോഴും നല്ല മനോഹരമായിരിക്കും, നല്ല റീഫ്രഷ് ആയിരിക്കും. നമ്മൾ മോർണിംഗ് നമുക്ക് അടുക്കളയോട്ട് കയറി വരുമ്പോൾ നല്ല പോസിറ്റീവായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. സ്വീറ്റ് ഡ്രീംസ്.
പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, യു ഓൾ പ്ലീസ് സപ്പോർട്ട് ഇറ്റ്. എന്നെ സപ്പോർട്ട് ചെയ്യണം.